ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അംഗൻവാടികളിലും മിഷൻ വാത്സല്യ പദ്ധതിക്ക് കീഴിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. സ്ഥിര താൽക്കാലിക നിയമനമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം അങ്കണവാടിയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. മലപ്പുറം ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. നിലമ്പൂർ അഡീഷണൽ ICDS പ്രോജക്റ്റിൻ്റെ പരിധിയിലെ എടക്കര, പോത്തുകല്ല് എന്നീ ഗ്രാമപഞ്ചായത്തുകളിലാണ് അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും സ്ഥിര ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഈ ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിര താമസക്കാരായ 18-നും 46-നും ഇടയിൽ പ്രായമായ വനിതകളായിരിക്കണം. വർക്കർ തസ്തികയിലേക്ക് SSLC വിജയിച്ചവർക്കും ഹെൽപ്പർ തസ്തികയിലേക്ക് SSLC പാസ്സാകാത്ത എഴുത്തും വായനയും അറിയാവുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. SC/ST വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 3 വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. എടക്കര ഗ്രാമപഞ്ചായത്തിലേക്കുള്ള അപേക്ഷകൾ ആഗസ്റ്റ് 8 വരെയും പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിലേക്കുള്ള അപേക്ഷകൾ ആഗസ്റ്റ് 16 വരെയും സ്വീകരിക്കുന്നതാണ്. ശിശുവികസന പദ്ധതി ഓഫീസർ, ICDS നിലമ്പൂർ അഡീഷണൽ, സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിനു സമീപം, മുസ്ലിയാരങ്ങാടി, എടക്കര 679331 എന്ന വിലാസത്തിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മിഷൻ വാത്സല്യ പദ്ധതിയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. മിഷൻ വാത്സല്യ പദ്ധതിയുടെ ഭാഗമായി വനിതാ ശിശുവികസന വകുപ്പിൻ്റെ സ്റ്റേറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെ കീഴിൽ നടപ്പിലാക്കുന്ന 24x7 ചൈൽഡ് ഹെൽപ്പ് ലൈനിൻ്റെ തിരുവനന്തപുരം പൂജപ്പുരയിലുള്ള സംസ്ഥാന കോൾ സെൻറ്ററിലേക്ക് വിവിധ തസ്തികകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. ആദ്യം ഹെൽപ്പ് ലൈൻ അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റാണ്. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് മാസ്റ്റേഴ്സ് ഇൻ ലോ അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സൈക്കോളജിയാണ്. കൂടാതെ സമാന മേഖലയിലുള്ള 5 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. തദ്ദേശവാസികൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 50 വയസ്സ് വരെയാണ്. മന്ത്ലി റെമ്യൂണറേഷൻ 30,000 രൂപയാണ് ലഭിക്കുക. അടുത്തത് കോൾ ഓപ്പറേറ്റർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 2 ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും റീജിയണൽ ലാംഗ്വേജസിലുമുള്ള ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ടെലികോം അല്ലെങ്കിൽ വെബ് ബേസ്ഡ് റെലവൻറ്റ് സിസ്റ്റത്തിലുള്ള എക്സ്പീരിയൻസും ആവശ്യമാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 50 വയസ്സ് വരെയാണ്. സാലറി 19,000 രൂപയാണ് ലഭിക്കുക. അടുത്തത് IT സൂപ്പർവൈസർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. കൂടാതെ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ITയിലുള്ള മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അതായത് ഡാറ്റ മാനേജ്മെൻറ്റ്, പ്രോസസ് ഡോക്യുമെൻറ്റേഷൻ ആൻഡ് വെബ് ബേസ്ഡ് റിപ്പോർട്ടിംഗ് ഫോർമാറ്റ്സ്, വീഡിയോ കോൺഫറൻസിംഗ് അറ്റ് സ്റ്റേറ്റ് ഓർ ഡിസ്ട്രിക്ട് ലെവൽ വിത്ത് ഗവൺമെൻറ് ഓർ നോൺ ഗവൺമെൻറ്റൽ അല്ലെങ്കിൽ ITയിലുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ഏജ് ലിമിറ്റ് വരുന്നത് 50 വയസ്സ് വരെയാണ്. സാലറി 22,000 രൂപയാണ് ലഭിക്കുക. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോം നോട്ടിഫിക്കേഷനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് ഫിൽ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോട്ടോ, യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം 2024 ഓഗസ്റ്റ് 8 വൈകിട്ട് 5 മണിക്കകം സ്റ്റേറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി സംസ്ഥാന കാര്യാലയം, വനിതാ ശിശുവികസന ഡയറക്ടറേറ്റ്, പൂജപ്പുര, തിരുവനന്തപുരം 695012 എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത ഫോറത്തിലല്ലാത്തതോ അപൂർണമായതോ രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുള്ളടക്കം ചെയ്തിട്ടില്ലാത്തതോ ആയ അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. അപേക്ഷയുടെ കവറിന് പുറത്ത് അപേക്ഷിക്കുന്ന തസ്തികയുടെ പേര് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. അപേക്ഷകൾ കാര്യാലയത്തിൽ നേരിട്ടോ രജിസ്റ്റേർഡ് സ്പീഡ് പോസ്റ്റായോ മാത്രം സമർപ്പിക്കേണ്ടതാണ്. 2024 ഓഗസ്റ്റ് 8 വൈകിട്ട് 5 മണിക്കകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. വൈകി ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. അഭിമുഖവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഇമെയിൽ മുഖാന്തരമാണ് അറിയിക്കുന്നത്. അതിനാൽ ഇമെയിൽ ID കൃത്യമായി നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിക്കുന്ന അന്തിമ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക. ആദ്യഘട്ടത്തിൽ കരാർ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്കായിരിക്കും നിയമനം. കോൾ ഓപ്പറേറ്റർ തസ്തികയിൽ നിയമിക്കപ്പെടുന്നവർക്ക് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ രാത്രി ഡ്യൂട്ടി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.